കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും നാം കൃപയുടെ ധന്യത, അതിന്റെ മഹത്വം, അതിന്റെ ശക്തി എന്താണെന്ന് പഠിക്കുവാൻ അല്പസമയം നാം ഒന്ന് വേറിട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. കരുണാമയനായ ദൈവത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അനുഗ്രഹീത ദാനമാണ് കൃപ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 36:8 ദൈവകൃപയെ കുറിച്ചുള്ള ബൈബിൾ ആദ്യത്തെ പരാമർശവും ഇത് തന്നെയാണ്. നോഹ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ് എന്നാണ് അതിന് ശരിയായ വിവൃത്തം. ദൈവത്തിന്റെ നീതിയുള്ള കണ്ണുകൾക്ക് മുമ്പിൽ നോഹ എന്ന മനുഷ്യൻ ദൈവകൃപ കണ്ടെത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ആ ഒരു ആർദ്ര നേത്രങ്ങളിൽ കൂടിയുള്ള നോട്ടങ്ങളിൽ കൂടി പാപിയായ മനുഷ്യരോട് സർവശക്തനായ ദൈവം കരുണ കാണിച്ചു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ വകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്രകാരം നമുക്കത് പറയാം: ന്യായവിധിയിൽ ഒരു പെട്ടകത്തിൽ വിടുതൽ നൽകിയ ദൈവകൃപയുടെ വെളിപ്പാട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം പ്രാരംഭ അധ്യായങ്ങളിൽ ഉണ്ടായ ജലപ്രളയത്തെ കുറിച്ച് അറിയാം. പെട്ടകത്തിനുള്ളിൽ കൃപ കണ്ടെത്തിയ 8 പേർ. എന്നാൽ ആ പെട്ടകത്തിന് പുറത്ത് ന്യായവിധിയുടെ ജലത്തിൽ അവസാനിക്കുന്ന ഒരു തലമുറ. ന്യായവിധിയുടെ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം കാണിച്ച ഏക രക്ഷാമാർഗം ആ പെട്ടകമായിരുന്നു. ആ പെട്ടകമാണ് ആദ്യമായി ഭൂമിയിൽ വെളിപ്പെട്ട ഒരു ദൈവകൃപയുടെ പ്രദർശനം. വീണ്ടും പഴയ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കൃപാനദിയായ സ്വർഗീയ പിതാവ് മോശയോട് കൃപ കാണിച്ചു. പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കി കൈകൊണ്ട് അവന്റെ കണ്ണു മറച്ച് തന്റെ ഭാഗിക വെളിപ്പാട് മോശയ്ക്ക് നൽകി. എബ്രായ ലേഖനം 1 അധ്യായത്തിൽ നാം ഇങ്ങനെ പഠിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ട് വളരെ ലഘുവായി കുറേശ്ശെ ആ ദൈവകൃപയുടെ വെളിപ്പാടുകൾ ഓരോ തലമുറയിലും നൽകി. അതിന്റെ ഭാഗമാണ് ഇപ്രകാരം മോശയോട് ദൈവം കാണിച്ച കൃപ. എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും കൃപമേൽ കൃപ കാണിക്കുവാൻ പ്രസാദിച്ച കരുണാനിധിയായ ദൈവം ക്രിസ്തുവിനോട് തന്റെ സമ്പൂർണ്ണ വെളിപ്പാട് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ദൈവിക വെളിപ്പാടിന് വേണ്ടി പാപികൾക്ക് ലഭ്യമാകുന്ന സൗജന്യമായ രക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ ധാരാളമായി ദൈവം പകരുന്ന ദൈവകൃപയുടെ മഹത്തരമായ പ്രവാഹത്തെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചു. എന്നാൽ സുവിശേഷം അറിയിച്ചവർ നമ്മെ അത് ഗ്രഹിപ്പിച്ചു. ദൂതന്മാർ പോലും അതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. അതുകൊണ്ട് കൃപ എന്ന് പറയുന്നത് ഒരു പുതിയ നിയമ ഉപദേശം മാത്രമല്ല. പഴയ നിയമത്തിലും വിശുദ്ധന്മാർ ദൈവകൃപ കണ്ടെത്തി. എന്നാൽ എന്നെ നിങ്ങൾ നീതിമാന്മാരാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ സമസ്ത മനുഷ്യരും പാപികളെന്ന് തെളിഞ്ഞ ഉടൻ തന്നെ ഒരു പാപിക്ക് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള ഒരു വീണ്ടെടുപ്പ് കൃപ വെച്ചു നീട്ടുന്നു. നീതിമാന് നൽകുന്ന സ്വസ്ഥത ന്യായമായി ലഭിക്കുന്ന ശമ്പളമാണ്. എന്നാൽ പാപിക്ക് അനുവദിക്കുന്ന നീതി, അല്ലെങ്കിൽ നീതീകരണം ദൈവത്തിന്റെ കൃപയാണ്. അതിനൊരു കാരണമുണ്ട്. കൃപ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. അത് ക്രിസ്തു തന്നെയാണ്. വാളിങ്കൽ കഴുത്തിരിക്കുന്ന പാപിക്ക് മോചനം, ഒരു പാപവും ചെയ്യാത്തവന് മരണശിക്ഷ. പ്രിയമുള്ളവരെ, നമുക്കതറിയാം, ഇത് ഒരിക്കലും ഒരു നീതിയല്ല, എന്നാൽ അത് കൃപയാണ്. ദരിദ്രനെ കണ്ടിട്ട് സമ്പന്നൻ ദരിദ്രനായി തീർന്നു. കുപ്പയിൽ കിടന്ന ദരിദ്രനെ ഈ കൃപ സമ്പന്നനാക്കി. അതുകൊണ്ട് നമുക്ക് കൃപ ഒരു പദവിയാണ്, സ്ഥാനമാണ്, അംഗീകാരമാണ്. അനർഹമായ സ്ഥാനത്തുള്ള ഒരു ദൈവത്തിന്റെ ദാനമാണ്. എനിക്ക് നിങ്ങൾക്കും ഈ പ്രഭാതത്തിൽ ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാണ്. നാം നിൽക്കുന്നത് കൃപ എന്ന പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ഈ കൃപയിൽ ശക്തിപ്പെടുവാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടെന്നാൽ ഇത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ്. ഇത് ധാരാളമായി നമ്മുടെ മേൽ ഒരു പ്രവാഹമായി, ഒരു ഉറവയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടുന്നത് പോലെ, ഒരു അരുവി ഒഴുകി തുടങ്ങി അത് ജലാശയമായി മാറുന്നത് പോലെ ഇതൊരു ഔദാര്യ ദാനമാണ്. നിശ്ചയമായും ആ കൃപയുടെ സഹകാരികളാണ് നാം ഓരോരുത്തരും. കാരണം ദൈവത്തിന്റെ നിറമാണല്ലോ ക്രിസ്തു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുടെയും നിറകുടമാണ് കർത്താവായ യേശു. കൊലോസ്യ ലേഖനം 2:9 എഫേസ്യ ലേഖനം 1:2-3 വാക്യങ്ങളും പറയുന്നത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭയുടെ ശിരസ്സാണ് ക്രിസ്തു. അവനിലാണ് കൃപയും സത്യവും നിറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പോലും യെശയ്യാവ് കണ്ട ദർശനത്തിൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആലയത്തെ നിറച്ചിരിക്കും. ഞാനിങ്ങനെ ഈ സത്യം വെളിപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ. മനുഷ്യൻ എന്ന ആലയത്തിൽ ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലാകുന്ന കൃപയും സത്യവും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കൃപയുടെ നിറവ് നമ്മെ നിശ്ചയമായും സത്യത്തിലേക്ക് നയിക്കും. ഒരു സംശയമില്ല. കൃപയുള്ളിടത്ത് സത്യമുണ്ട്, സത്യമുള്ളിടത്ത് കൃപയുമുണ്ട്. രണ്ടും നമ്മളിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. മറ്റുദാഹരണം, ഒരു പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സഹോദരിയാണ് ശമരിയക്കാരത്തി സ്ത്രീ. ശമരി എന്ന് പറയുന്ന പട്ടണത്തിന്റെ പേരിൽ അവൾ അറിയപ്പെടുന്നു. ആ പട്ടണത്തിന്റെ മുഴുവൻ സ്വഭാവവും സംസ്കാരവും ജീവിത രീതികളും അവളിലുണ്ട്. സാധാരണ സഹോദരിമാരെ കൂട്ടമായി വെള്ളം കോരുവാൻ വരുമ്പോൾ നട്ടുച്ച സമയത്ത് ഒറ്റയ്ക്ക് വന്ന സ്ത്രീയെ തിരക്കി യേശു കാത്തിരിക്കുന്ന പോലെ ഇപ്പോൾ ഈ സ്ത്രീയെ കുറിച്ച് അഭിപ്രായം പറയാൻ ശിഷ്യന്മാർ ആരോടില്ല. അവരെല്ലാം വളരെ ദൂരമേ അയച്ചു. യേശുവും ഈ സഹോദരൻ തമ്മിലുള്ള സംഭാഷണം വളരെ സമയം നീണ്ടു നിന്നു. യഹൂദൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ ശമരിയ സ്ത്രീ യജമാനനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട്, പ്രവാചകൻ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, മശികയാണെന്ന് യേശുവിനോട് അവൾ ചോദിച്ചതുകൊണ്ട്, ലോകരക്ഷിതാവായ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് പാത്രവും ഉപേക്ഷിച്ചിട്ട് വെള്ളവും കോരാതെ നിത്യജീവന്റെ ഉറവയായ ജീവന് ദാതാവായ ക്രിസ്തുവിനെയും കൊണ്ട്
അവൾ പട്ടണത്തിലേക്ക് ഓടി. ആ പട്ടണത്തിൽ പോയി എല്ലാ പുരുഷന്മാരോടും പറഞ്ഞു, ഞാൻ മറ്റൊരു പുരുഷനെ കണ്ടെത്തിയെന്ന്. നേരത്തെ 5 പുരുഷന്മാർ ജീവിതത്തിൽ വന്നു കയറി പോയതാണ്. ഇപ്പോൾ കണ്ടു പരിചയിച്ച പുരുഷൻ 6ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. 5, 1, 6 അതോടുകൂടിയാണ് ഇപ്പോൾ ഈ കിണറിന് വക്കിൽ വെച്ച് മറ്റൊരു പുരുഷൻ. ഇപ്പോൾ 7 പേരായി പുരുഷന്മാരുടെ എണ്ണം. പക്ഷേ 6 പേരും അവളുടെ ശരീരത്തിൽ തൊട്ട് കാണും. പക്ഷെ യേശു അവളുടെ ആത്മാവിൽ സ്പർശിച്ചു. അത് അവളെ രൂപാന്തരപ്പെടുത്തി. യേശു തന്നെ അവൾക്ക് വെളിപ്പെടുത്തി. യേശു ക്രിസ്തു നൽകിയ ആ വെളിപ്പാടിൽ കൂടി അവൾ വിടുവിക്കപ്പെട്ടു. അവളുടെ ദാഹം മാറി. അവൾ പുതിയ സൃഷ്ടിയായി മാറി. യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രാത്രി വന്ന നിക്കോദിമോസ് ഒരു രൂപാന്തരമില്ലാതെ പുതിയ സൃഷ്ടിയുടെ ദൂത് ഏറ്റുവാങ്ങിക്കൊണ്ട് തനിക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയാതെ മടങ്ങിപ്പോയപ്പോൾ ശമര്യക്കാരത്തി സ്ത്രീ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിത്വത്തിനുടമയായി പട്ടണത്തെ മുഴുവൻ വിടുവിക്കുവാൻ അവൾ കാരണമാക്കി. കൃപയും സത്യയോട് ഒന്നിച്ച് സമ്മേളിച്ച സ്ഥലമാണ്. എങ്ങനെ കൃപയും സത്യയോട് ജീവിതത്തിൽ വെളിപ്പെട്ടു? യേശു ആ സ്ത്രീയെ ആരാധനയിലേക്ക് നയിച്ചു. നിക്കോദിമോസിനോട് പറയാത്ത മർമ്മം ശമര്യക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞു. നിക്കോദിമോസിനോട് കർത്താവ് എന്നാൽ വീണ്ടും ജനനത്തെക്കുറിച്ചോ പുതുജനനത്തെക്കുറിച്ചോ പുതിയ സൃഷ്ടിയെക്കുറിച്ചോ ഒന്നും ശമര്യക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു. നിക്കോദിമോസിനോട് യേശു ആരാധനയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയോട് യേശു ആരാധനയെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് വെളിപ്പെടുത്തിയ ആരാധന സത്യത്തിന്റെ ആരാധനയാണ്. സത്യം എന്ന അരക്കച്ച ആത്മാവിന്റെ ആരാധന. സത്യം മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. ആരാധന അത് ദൈവത്തെ സംബന്ധിക്കുന്നത്. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. ആരാധനയുടെ വെളിപ്പാട് അവളെ രൂപാന്തരപ്പെടുത്തുവാൻ കാരണമാക്കി. ഞാൻ പറഞ്ഞു, സത്യം മനുഷ്യനെ സംബന്ധിക്കുന്നതാണെങ്കിൽ ആത്മാവ് ദൈവത്തെ സംബന്ധിക്കുന്നതാണ്. അവളുടെ ജീവിതത്തിൽ സത്യത്തിന് അരക്കച്ച അഴിഞ്ഞു പോയതുകൊണ്ടാണ് ഒരുപക്ഷെ ജീവിതത്തിൽ പുരുഷന്മാരുടെ എണ്ണം കൂടിയത്. അവൾ ചൂണ്ടിക്കാണിച്ച മലയിലെ ആരാധന അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആരാധനകൾ നിങ്ങളെ നവീകരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. വ്യക്തിത്വത്തെ, സ്വഭാവത്തെ, നിങ്ങളുടെ സാക്ഷ്യത്തെ, നിങ്ങളുടെ ജീവിത ശൈലികളെ മാറ്റും. എന്റെ ദൂത് ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ കൃപയും സത്യം ഒന്നിച്ച് ചേർന്ന് വരും. കർത്താവായ യേശു അവളോട് കൃപ കാണിക്കുമായിരുന്നു. അപ്പോൾ തന്നെ സത്യം അവിടെ പാപത്തെ വെളിപ്പെടുത്തി. സത്യം അവിടെ പഴയകാല ജീവിതത്തെ അവിടെ ഓർമ്മപ്പെടുത്തി. കാരണം എല്ലാ വ്യാജങ്ങളും പോഷകങ്ങളും എല്ലാ മാനുഷ്യമായ അവിടെ ബന്ധനങ്ങളും വചന സത്യത്താൽ തകർക്കപ്പെട്ടു. ഇപ്പോൾ അവൾക്ക് ഇനി പാപം ചെയ്യാൻ കഴിയാത്തവണ്ണം അവൾ സ്വതന്ത്രയായിട്ട് അവൾ വിടുവിക്കപ്പെട്ടു. അവൾ രക്ഷിക്കപ്പെട്ടു. കൃപയും സത്യവും ഒന്നിച്ച് സമന്വയിച്ചപ്പോൾ അവരുടെ ദാഹം മാറി, ആഗ്രഹം മാറി, കാഴ്ചപ്പാട് മാറി, ദർശനം മാറി, ഫോക്കസ് മാറി. ഈ ഭൗതിക വെള്ളമോ, ഈ കിണറോ, ഇതിന്റെ പാരമ്പര്യമോ, ഇന്നലത്തെ ജീവിത പശ്ചാത്തലമോ, ജീവിത ശൈലികളൊക്കെ ഉപേക്ഷിക്കുവാൻ ഒറ്റ വെളിപ്പാടിന് കാരണമാക്കി. ആരാധനയിൽ ഈ 2 ഘടകങ്ങളുമുണ്ട്. കൃപയുടെ സ്വാധീനവും സത്യത്തിന്റെ പരിജ്ഞാനവും. സത്യത്തിന്റെ പരിജ്ഞാനം വന്നപ്പോൾ അവൾ അവിടെ പഴയ ജീവിത ശൈലിയെ വെറുത്തു. 5 പുരുഷന്മാരും ഇപ്പോൾ വീട്ടിൽ വന്നു പോകുന്ന 6ാമത്തെ വ്യക്തി ഒന്നും അവരുടെ വ്യക്തിത്വത്തെ, മനോഭാവത്തെ, ചിന്താഗതിയെ, സ്വഭാവത്തെ ഒന്നും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവരല്ലായിരുന്നു. പക്ഷേ 7ാമത്തെ വ്യക്തി യേശുവിൽ കൂടി പുറത്തു വന്നത് മൊത്തം കൃപയും സത്യവുമായി. പ്രിയമുള്ളവരെ, ഈ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ, ആ സഹോദരനോട് കാണിച്ച മനസ്സലിവ്, അവിടെ ഇന്ദ്രിയങ്ങളെ കുറ്റപ്പെടുത്താതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് പുറപ്പെട്ട കൃപ അവളെ വിടുവിച്ചു എന്ന് പറയും. അതിന് ഉത്തമ ഉദാഹരണമാണ് വെള്ളം കൊണ്ടുപോകാൻ വന്ന പാത്രം വെച്ചിട്ട്, പാത്രം ഉപേക്ഷിച്ചിട്ട് യേശു വന്ന ജീവജലവുമായി, ജീവന്റെ ദാതാവായ ക്രിസ്തുവുമായി, നിത്യജീവന്റെ ഈ ഉറവയുമായി അവൾ പട്ടണത്തിലേക്ക് ഓടി. അവിടെ എല്ലാ ദാഹവും മാറി. മറ്റൊരു ആരാധനയിലേക്ക് യേശു അവളെ നയിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ ഈ വചനങ്ങളും നമ്മളെ നിശ്ചയമായി ആഴമേറിയ തലങ്ങളിൽ തൊടും. നാം ഒരു വെളിപ്പാടിലേക്ക് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ നിർബന്ധിക്കും. നാം നിക്കോദിമോസിനോടും ശമര്യക്കാരത്തി സ്ത്രീയോട് ഇടപെട്ടാൽ നാം നിക്കോദിമോസിനോട് ആരാധനയെ കുറിച്ച് പറയും, ഈ ശമര്യക്കാരത്തി സ്ത്രീയോട് മാനസാന്തരത്തെ കുറിച്ച് പറയും. യേശു തിരിച്ചാണ് പറയും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സഭയിൽ നിക്കോദിമോസ് വരികയില്ല, നമ്മുടെ കൂട്ടായ്മയിൽ ശമര്യക്കാരത്തി സ്ത്രീയും എത്തുനോക്കത്ത് പോലും. 2 പേരും നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ കൃപയുടെ സത്യത്തിന്റെ വെളിപ്പാട് ജീവിതങ്ങളെ വിടുവിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി. ഗോഡ് ബ്ലെസ് യു.